Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിലെ എക്സസൈസ് 5.8 ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം അത് നമുക്ക് ഇവിടുത്തെ എക്സാമിൽ ഇല്ലാതെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ മിസ്ലേനിയസ് എക്സസൈസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുപോലെ ഡിലീറ്റഡ് പോർഷൻസ്, അതായത് ഈ ഇയറിലെ ഡിലീറ്റഡ് പോർഷൻസിന്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. സോ എക്സസൈസ് 5.8 ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. നമുക്ക് മിസ്ലേനിയസ് എക്സസൈസിലേക്ക് കിടക്കാം. ഓക്കെ, സോ മിസ്ലേനിയസ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3x² - 9x + 5 the whole raised to 9. ഓക്കെ, സോ ഇത് നമുക്ക് അത്ര പാടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ഇത് എളുപ്പം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് തന്നെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു y എന്ന് നമ്മൾ എഴുതാം, ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, പിന്നെന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? dy/dx അല്ലേ? സോ dy/dx എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഇസ് d/dx ഓഫ്, ഓക്കെ, എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? 3x² ഓക്കെ മൈനസ് 9x പ്ലസ് 5 the whole raised to 9. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, നമ്മൾ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ പറയാറുള്ളത്, നമ്മൾ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് നമ്മൾ പവറിനെയാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. സോ അതായത് d/dx ഓഫ് x raised to 9 എന്നാണെങ്കിൽ നമ്മൾ എന്താ ആൻസർ ഇടുന്നത്? 9x raised to 9 - 1 ദാറ്റ് ഇസ് 8. ഓക്കെ, സോ നമ്മൾ പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇവിടെ 9 ആണ്. 9 എക്സിന്റെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? ഇത്രയും ടേംസ് ആണ് കിടക്കുന്നത്. ഓക്കെ, സോ 9 3x² minus 9x plus 5 the whole raised to 8, അതായത് 9 - 1. ഓക്കെ, ഇൻറ്റു, പിന്നെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഇവിടെ എക്സ് ആയിരുന്നെങ്കിൽ എന്താണ് അവിടെ നിർത്തിയത്, പക്ഷെ ഇത്രയും ടേംസ് അകത്ത് ഉള്ളിൽ കിടപ്പുണ്ട്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇൻറ്റു d/dx ഓഫ് ഈ ഉള്ളിൽ കിടക്കുന്ന 3x² minus 9x plus 5. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് എക്സ് മാത്രം, ഇപ്പൊ ഇവിടെ എക്സ് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തിയേനെ. ഇവിടെ ഇപ്പൊ എക്സിന് ടേം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉള്ളിൽ കിടക്കുന്ന ടേംസിനെ കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ എന്താണ്? ദാറ്റ് ഇസ് 9 3x² minus 9x plus 5 the all raised to 8 into d/dx of ഈ ടേം എന്താ വരാ? 3x², അതായത് d/dx ഓരോ ടേമിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലേ? അതായത് 3x² എന്ന് പറയുമ്പോൾ എന്ത് വരും? 3x², 3 into x² എന്താണ്? 2x വരും. സോ എന്ത് വരും നമുക്ക്? 6x. ഓക്കെ, 6x മൈനസ് 9, അതായത് ഇത് 9x എന്താണ്? 9 മാത്രമേ എടുത്തുള്ളൂ, ഇത് 0 ആയി പോകും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ദിസ് ഇസ് ആർ dy/dx. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2? sin³ x plus cos raised to 6x. സോ ഫസ്റ്റ് നമ്മൾ എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു y എന്ന് നമ്മൾ എഴുതി. ഇനി എന്താണ്? dy/dx കാണുക അല്ലെ? ഇവിടെ നമുക്ക് ഈ sin³ x cos raised to 6x എന്നൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം ഒന്ന് മോഡിഫൈ ചെയ്തെഴുതാം. അതായത് നമ്മൾക്ക് പവറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് sin x നെ നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സസൈസിലും ചെയ്തിട്ടുണ്ട് അല്ലെ? sin³ x നമുക്ക് sin x whole cube എന്ന് എഴുതാമല്ലോ. sin x whole cube എന്ന് വെച്ചാൽ sin³ x തന്നെയാണ്. ഓക്കെ, പ്ലസ് cos raised to 6x നെ നമുക്ക് cos x the whole raised to 6 എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല, പവറിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് dy/dx കാണാം. dy/dx is equal to d/dx of ഇത്രോ ടേംസ് അല്ലെ? അതായത് ഞാനിപ്പോ സെപ്പറേറ്റ് അങ്ങ് d/dx കൊടുക്കാൻ പോവാണ്. ഓക്കെ, അതായത് d/dx ഓഫ് sin x the whole cube പ്ലസ് d/dx ഓഫ് cos x the whole raised to 6. ഓക്കെ അല്ലെ? സോ d/dx ഓഫ് sin x the whole cube എന്ന് പറഞ്ഞാൽ പവറിൽ നിന്ന് തുടങ്ങുക. അപ്പൊ പവറിൽ നിന്ന് തുടങ്ങുമ്പോൾ sin x the whole cube ആകെ നമ്മൾ എടുക്കുമ്പോൾ 3 sin x the whole square എന്ന് വരും അല്ലെ? മനസ്സിലായല്ലേ? 3 sin x പവർ ഒന്നും കുറയും ഇൻറ്റു ഇനി d/dx ഓഫ് sin x കൂടെ കാണണ്ടേ, കാരണം x അല്ല sin x ആണ് വന്നിരിക്കുന്നത്. സോ d/dx ഓഫ് sin x എന്താണ്? cos x ആണ്. അപ്പൊ ഒരു ഇൻറ്റു ഒരു cos x. അപ്പൊ അതിന്റെ കാര്യം കഴിഞ്ഞു. പ്ലസ്
ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ഇതുകൊണ്ടാണ് പവറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 cos x the whole raised to first that is 6 minus 1 is 5 into d by dx of cos x എന്താണ് minus sin x. okay, into minus sin x. okay, ഇനി നമുക്ക് എന്താണ് ഇതിനെ നമുക്ക് 3 ഉണ്ട് sin x the whole square എന്നല്ലേ, അപ്പൊ ഇതിനെ നമുക്ക് തിരിച്ച് 3 sin square x എന്ന് തന്നെ എഴുതാം. ഓക്കെ, നമ്മൾ ആൻസർ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, അപ്പം 3 sin square x എന്ന് തന്നെ എഴുതാം. cos x അതേപോലെ ഉണ്ട് പ്ലസ് 6 cos raised to 5x. ഇവിടെ മൈനസ് ഉണ്ട് ഓൾറെഡി, അപ്പൊ ഞാൻ ഇവിടുത്തെ സൈൻ അങ്ങ് മൈനസ് ഇടാൻ പോവാണ്. ഓക്കെ, പിന്നെ ഒരു സൈൻ എക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് 3 കോമൺ എടുക്കാം അല്ലെ, 3 കോമൺ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു രണ്ടിടത്തുനിന്നും സൈൻ എക്സും കോസ് എക്സും കോമൺ എടുക്കാനുണ്ട് അല്ലെ. സോ 3 sin x cos x. ബാക്കി എന്തുണ്ട്, ഇവിടുത്തെ 3യും എടുത്തു, ഒരു സൈൻ എക്സും എടുത്തു, ഒരു കോസ് എക്സ്. ബാക്കി എന്തുണ്ട്, ഒരു സൈൻ എക്സ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ സൈൻ എക്സിനെ അതുപോലെ എഴുതി. മൈനസ് 3 into 2 is 6 അല്ലെ, അപ്പൊ 2 അവിടെ ഉണ്ട്. ഒരു കോസിനെ എടുത്തുള്ളൂ. സോ ഇവിടെ എത്ര കോസ് ബാക്കിയുണ്ട്, കോസ് റേസ് ടു 4x. സൈൻ എക്സ് എന്താണ് പുറത്തു പോയി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്, 5x the whole raised to 3 cos 2x. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളില് വേരിയബിൾ വന്നു, ഇവിടെ cos 2x, x മുകളിൽ വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ലോഗ് എടുക്കണം. ഓക്കെ, സോ എന്താണ് ഈക്വൽ ടു y എന്ന് എടുത്തു. നമ്മൾ എന്ത് ചെയ്യണം, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് അല്ലെ. സോ ലോഗ് y is equal to log 5x the whole raised to 3 cos 2x. okay അല്ലെ. so log a raised to b അല്ലെ, log a raised to b is equal to b log a ആണ്. okay, so അതായത് മുകളിലത്തത് ഇവിടെ വരും 3 cos 2x. നിങ്ങൾ മിസ്ലേനിയസ് ഫുള്ള് എക്സസൈസ് ഫുള്ള് ചെയ്തിട്ട് മിസ്ലേനിയസ് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും മിസ്ലേനിയസ്. ഓക്കെ, സോ 3 cos 2x into log 5x. ഓക്കെ, ഇതാണ് എന്താണ്, ഇത് ഇവിടെ log y ആണ്. ഇനി നമ്മൾ എന്താണ്, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ, ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ log y യുടെ എന്താണ് 1/y into ഒരു dy by dx കൂടെ വരത്തില്ല, കാരണം ഇവിടെ വിത്ത് റെസ്പെക്ട് ടു x ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, y യുടെ ടേംസിലാണ് ഉള്ളത്. സോ 1/y into dy by dx that is equal to, ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, we have to use product rule. okay, product rule യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, 3 cos 2x ഒരു ടേമും log 5x ഒരു ടേമും ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടേം into 3 cos 2x into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് log 5x ന്റെ ഡെറിവേറ്റീവ് എന്താണ്, log x ന്റെ 1/x. ഇവിടെ 5x ആയതുകൊണ്ട് 1/5x. ഇവിടെ 5x ആയതുകൊണ്ട് 5x നെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ എന്താണ് നമുക്ക് കിട്ടുക, ഒരു 5 കൂടെ കിട്ടും. ഓക്കെ അല്ലേ. പ്ലസ് സെക്കൻഡ് ടേം എന്താണ്, log 5x into ഡെറിവേറ്റീവ് ഓഫ് ദിസ്. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് ഒരു 3 ഉണ്ട്, അതുപോലെ എഴുതി. ഓക്കെ അല്ലേ. cos 2x ന് എന്താണ്, minus sin 2x into minus sin 2x. ഓക്കെ, ഇനി 2x ന്റെ എന്തുണ്ട്, ഒരു 2 ഉണ്ട് into 2. ഓക്കെ അല്ലേ. സോ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ നമുക്ക് ഇവിടെ 5നെയും 5നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. സോ 3 cos 2x by x. ഓക്കെ, ഇവിടെ എന്താ മൈനസ് ആണോ വരുന്നത്, മൈനസ് ആണ് വരുന്നത് അല്ലേ. 3 2s are 6 ഉണ്ട്. പിന്നെ log of 5x ഉണ്ട്. ഓക്കെ, പിന്നെ sin 2x ഉണ്ട്. ഓക്കെ, സോ ഇത് 1/y into dy by dx ആണ്. നമുക്ക് കാണേണ്ട എന്താണ്, dy by dx. സോ dy by dx എന്ന് വെച്ചാൽ y എന്താവും, ക്രോസ് മൾട്ടിപ്ലൈ ആയി പോകും. y എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. Therefore dy by dx is equal to y into this. y എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. 5x the whole raised to 3 cos
2x into എന്താണ് ഇത്രയും ടേം, അതായത് 3 cos 2x by x minus 6 log 5x sin 2x. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സ് റൂട്ട് എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് അത്ര പാടായിട്ടൊന്നും തോന്നുന്നില്ല. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ എന്താണ് കറക്റ്റ് എന്താണ് ഡിഫറൻഷിയേറ്റ് നമുക്കറിയാം ഇക്വേഷൻ എന്താണ്. സോ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മാത്രം മതി അല്ലേ. സോ നമുക്ക് എന്തായാലും ഈക്വൽ ടു y എന്ന് കൊടുക്കാം. ഓക്കെ, എന്താണ് പിന്നെ dy by dx is equal to sin inverse x ന്റെ എന്താണ് d by dx of sin inverse x, d by dx of sin inverse x is equal to 1 by root of 1 minus x square ആണ്. ഓക്കെ, നിങ്ങൾ എവിടെ യൂസ് ചെയ്താലും ഫോർമുലാസ് യൂസ് ചെയ്താലും നിങ്ങൾ സൈഡിൽ ഒന്ന് എഴുതിയിരിക്കണം കേട്ടോ. അപ്പം d by dx of sin inverse x is 1 by root of 1 minus x square ആണ്. സോ ഇവിടെ നമുക്ക് 1 by root of 1 minus സൈൻ ഇൻവേഴ്സിന്റെ കൂടെ എന്ത് കിടക്കുന്നോ അതാണ് എക്സ്. ഇവിടെ സൈൻ ഇൻവേഴ്സിന്റെ കൂടെ കിടക്കുന്ന എന്താണ് എക്സ് റൂട്ട് എക്സ് ആണ് സ്ക്വയർ. അതിനെ നമ്മൾ അതുപോലെ എഴുതി. ഓക്കെ, ഞാനൊന്ന് റബ് ചെയ്യാണ്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എക്സ് അല്ല, എക്സ് റൂട്ട് എക്സ് ആണ് കിടക്കുന്നത്. സോ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ഇൻടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൂട്ട് എക്സ്. ഓക്കെ അല്ലേ? ഇനിയും 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്. എക്സ് റൂട്ട് എക്സിന്റെ സ്ക്വയർ എങ്ങനെ എടുക്കുന്നത്? അതായത് എക്സ് റൂട്ട് എക്സ് ഇൻടു എക്സ് റൂട്ട് എക്സ്, അതല്ലേ എക്സ് റൂട്ട് എക്സിന്റെ സ്ക്വയർ. ഇവിടെ എന്തുണ്ട്? എക്സ് ഇൻടു എക്സ് എക്സ് സ്ക്വയർ അല്ലേ, ഇൻടു റൂട്ട് എക്സ് ഇൻടു റൂട്ട് എക്സ് എന്താണ്? എക്സ്. സോ നമ്മുടെ ആൻസർ എന്താണ്? എക്സ് ക്യൂബ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താണ് എക്സ് ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, 1 മൈനസ് എക്സ് ക്യൂബ്. ഓക്കെ അല്ലെ, ഇൻടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, ഇതിന് നമുക്ക് എന്താണ്, ഇതിനെ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ പറ്റും. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എക്സ് ടേംസ് അല്ലേ. ഓക്കെ, അപ്പം എക്സ് റേസ് ടു 1 എന്ന് എഴുതാം എക്സിനെ, ഇൻടു എന്താണ് ഇതിനെ റൂട്ട് എക്സിനെ എന്താണ് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. ഓക്കെ, എക്സ് റേസ് ടു എം ഇൻടു എക്സ് റേസ് ടു എൻ ഇസ് എക്സ് റേസ് ടു എം പ്ലസ് എൻ, അതായത് 1 പ്ലസ് 1/2, ദാറ്റ് ഇസ് 2 പ്ലസ് 1, ദാറ്റ് ഇസ് 3/2, അതായത് എക്സ് റേസ് ടു 3/2 എന്ന് എഴുതിക്കൂടെ. ഇതിന് പകരം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഇൻടു എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 3/2 എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി എന്താണ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ക്യൂബ് ഇൻടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 3/2 എക്സ് റേസ് ടു 3/2 minus 1. X raised to 3/2 minus 1 is 3 minus 2/2, that is 1/2. Okay, നമുക്ക് എന്താണ് x raised to 1/2. x raised to 1/2 എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? റൂട്ട് എക്സ് തന്നെയല്ലേ x raised to 1/2. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് ഇതിന് വേറെ ഞാൻ റൂട്ട് എക്സ് എന്നങ്ങ് എഴുതുകയാണ്. തെറ്റൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി എന്താണ് ഇതും റൂട്ടിലാണ് ഇതും റൂട്ടിലാണ്. അപ്പൊ നമുക്കൊരു വലിയ റൂട്ട് കൊടുക്കാം അല്ലെ, അതായത് എക്സ് divided by root of 1 minus root x divided by 1 minus x cube എന്ന് എഴുതാലോ. കാരണം നമ്മൾ വലിയൊരു റൂട്ട് കൊടുത്തു, 2 പേരെ റൂട്ടിനകത്തിൽ കയറ്റി, ബാക്കി എന്തുണ്ട് 3/2. അപ്പം ഈ 3/2 ഇവിടെ എഴുതാം. അപ്പൊ നമ്മുടെ ആൻസർ ഒന്ന് വൃത്തിയായി 3/2 റൂട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ക്യൂബ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, cos inverse x/2 divided by root of 2x plus 7. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടാലേ അറിയാം എന്താണ് കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ട് തുടങ്ങാം. കോഷ്യൻ റൂൾ എന്താണ്? ഫസ്റ്റ് നമ്മൾ ഡിനോമിനേറ്റർ ആദ്യം നമുക്ക് is equal to y എന്ന് എഴുതാം അല്ലേ. ഓക്കെ, y dy by dx dy by dx is equal to ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോകും, അവിടെ 2x plus 7 എന്ന് വരും. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ റൂട്ട് ഓഫ്
2x plus 7 into derivative of numerator, അതായത് d by dx of cos inverse x by 2 minus numerator, അതായത് cos inverse x by 2 into derivative of denominator, അതായത് d by dx of root of 2x plus 7. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി അല്ലേ? സോ ഇനി നമുക്ക് സോൾവിങ് തുടങ്ങാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2x പ്ലസ് 7 അതുപോലെ എഴുതി. ഇനി കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ അത് നമുക്ക് എഴുതാം. മൈനസ് ഇൻറ്റു എഴുതട്ടെ, ഇൻറ്റു മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സിന്റെ പ്ലേസിൽ എന്താണ്? എക്സ് ബൈ 2 ആണ് കിടക്കുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 4. മനസ്സിലായില്ല? അതായത് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 4. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞു. ഇൻറ്റു ഇവിടെ എക്സ് അല്ല, എക്സ് ബൈ 2 ആണ്. എക്സ് ആണെങ്കിൽ പോട്ടെ, എക്സ് ബൈ 2 ആകുമ്പോൾ അതിനെയും കൂടെ നമ്മൾ ചെയ്യണ്ടേ? ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ 2 കൂടെ ചെയ്യണം അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? അതായത് ഈ 1 ബൈ 2 നമ്മൾ ഇങ്ങോട്ട് മാർക്ക് എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ 2 ആണ് അല്ലേ? അപ്പം നമുക്ക് എന്താണ്? ഈ 1 ബൈ 2 പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ട്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യാൻസൽ ആയി 1 ബൈ 2 ആണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് 1 ബൈ 2 നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഓക്കെ, ഇനി അതൊരു സ്റ്റെപ്പിലേക്ക് മാറ്റണ്ട. അപ്പം ഇൻറ്റു എന്ത് വരും? ഒരു 1 ബൈ 2 വരും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പോകാം. മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ബൈ 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്താണ്? 1 ബൈ 2 റൂട്ട് എക്സ്. അത് അതുപോലെ എഴുതി. 1 ബൈ 2 റൂട്ട് എക്സിന് പകരം 2x പ്ലസ് 7 ആണല്ലോ. ഇനി ഈ 2x പ്ലസ് 7ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. 2x പ്ലസ് 7ന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് 7. 7 അങ്ങ് പോവും. 2xന്റെ എന്താണ്? 2 ആണ് വരുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ മാറ്റി ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 2 കൂടെ വരും. ഓക്കെ, ദി ഹോൾ ഡിവൈഡഡ് ബൈ താഴത്തെ ഡിനോമിനേറ്റർ 2x പ്ലസ് 7 വരും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഞാൻ LC എടുക്കാൻ പോവാണ്. ഇത് റൂട്ടല്ല, ഇത് ഫുൾ റൂട്ടാണ്. ഫുൾ റൂട്ടാണ്. ഇതിനുള്ളിൽ ഞാൻ LC എടുക്കുന്ന സമയത്ത് എന്ത് വരും? 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആയി പോകും അല്ലെ? അപ്പം 4 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്നാണ്. എന്നിട്ട് ഞാൻ ആ 4നെ പുറത്തെടുക്കുമ്പോൾ ഒരു 2 പുറത്ത് വരും. ആ 2നെയും ഈ 2നെയും കൂടെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, എൻ്റെ അടുത്ത സ്റ്റെപ്പ് അതാണ്. ഓക്കെ, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ എല്ലാം കൂടെ എഴുതാൻ സ്പേസ് ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് തുടച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ്? റൂട്ട് 2x പ്ലസ് 7 അതേപോലെ എഴുതി. ഓക്കെ, സോ ഓക്കെ, മൈനസ് ഞാൻ പുറത്തിട്ടേക്കാം. മൈനസ് പുറത്തെടുത്തു എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഇട്ടു. ഓക്കെ, ഇനി എന്താണ്? ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 4 മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇൻറ്റു നമ്മുടെ 1 ബൈ 2 അതുപോലെ എഴുതി. ഇവിടെ നമുക്ക് ഈ 2നെയും 2നെയും കൂടെ ക്യാൻസൽ ചെയ്താണ്. ഓക്കെ, അപ്പം ബാക്കി മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഇത് അല്ലേ? വേറെ ഒന്നും ഇല്ല ഇവിടെ. റൂട്ട് ഓഫ് 2x പ്ലസ് 7. ഓക്കെ, ദി ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 2x പ്ലസ് 7. ഞാൻ അതൊന്ന് റബ്ബ് ചെയ്തിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാമേ. അപ്പൊ ഞാൻ അത് ബാക്കിയെല്ലാം റബ്ബ് ചെയ്യും. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം. ഓക്കെ, സോ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ എന്താണ്? നമുക്ക് ഈ 4നെ നമുക്ക് വെളിയിലെടുത്തിട്ട് ഈ 2ഉം ഈ 2 ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? സോ മൈനസ് റൂട്ട് ഓഫ് 2x പ്ലസ് 7 ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. 4 മൈനസ് എക്സ് സ്ക്വയർ അതിന്റെ ഈ ഒരു 2 ഇല്ലേ, അതെന്താണ്?
നമ്മൾ സെപ്പറേറ്റ് 1/2 എന്ന് എടുത്തു. ഓക്കെ, 1/2 അല്ല 1/1/2 ആണ്. അതായത് ഞാൻ ഈ 2 ഇതിന്റെ പുറത്തെടുത്തു, ഇവിടെ ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഒരു 1/2 ഉണ്ട്, മൈനസ് കോസ് ഇൻവേഴ്സ് x/2 അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2x പ്ലസ് 7 ദി ഹോൾ ഡിവൈഡഡ് ബൈ 2x പ്ലസ് 7. ഓക്കെ, ഇനിയും ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കളയാലോ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടോ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നതെന്ന്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിപ്പം വന്നിരിക്കുന്നത് 1/√4-x² എന്നാണ്, അതായത് 1/1 ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് നമ്മൾ 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 എന്നാണ് അർത്ഥം. പിന്നെ ഇത് ഒരു ടേം ആണ്, അല്ലെ, ഇത് ഇത്ര ഒരു ടേം ആണ്. പിന്നെ ഇതിന്റെ അർത്ഥം ഇതിന്റെ താഴെ ഡിനോമിനേറ്ററിൽ 1 മീൻസ് 1/1 എന്നാണ്. സോ 1/1 ഇതാണ്. ഓക്കെ, ഇൻറ്റു ഒരു 1/2. ഞാൻ ഇത്രയും ഭാഗം മാത്രം എടുത്ത് കാണിക്കാതെ എങ്ങനെയാണ് കട്ടായി വന്നിരുന്നു. ഓക്കെ, സോ ഇത് നമുക്ക് 1/1 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/√4-x² എന്ന് വരും, ഇൻറ്റു ഒരു 1/2. അങ്ങനെയാണ് നമ്മൾ ഈ 2 കൂടെ ക്യാൻസൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ കറക്റ്റ് മെത്തേഡ്. ഓക്കെ, സോ എന്താണ് ഈ 2 കൂടെ ഞാൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് വരുന്നത്. ഈ 2 കൂടെ ക്യാൻസൽ ചെയ്തു, ഈ 2 ഇവിടെ ഇല്ല, ഇത്രയാണ് നമുക്ക് ബാക്കി വന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, LCM എടുക്കാം അല്ലെ. LCM എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് √4-x², ഇവിടെ √2x+7 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് വരും. സോ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ, ഈ സ്ഥാനത്ത് നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, ഈ സ്ഥാനത്ത് നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ. ഓക്കെ, സോ എന്താണ് ഇതിനെ നമ്മൾ ഇങ്ങോട്ട്, ആദ്യം ഞാൻ എന്താണ് ഡിനോമിനേറ്റർ എഴുതാം, 4-x² ഇൻറ്റു √2x+7. നമ്മൾ എന്താണ് ഇതിന്റെ LCM എടുത്തു, അതായത് ഈ മുകളിൽ മാത്രം. ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. സോ ഇവിടെ റൂട്ടാണ്, ഇവിടെ റൂട്ടാണ്, അത് രണ്ടും കൂടെ അങ്ങ് പോയി. ബാക്കി എന്ത് വരും, 2x+7 വരും. ഓക്കെ, ബാക്കി ഇവിടെ എന്തുകൊണ്ട് ഒരു 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി മൈനസ് കോസ് ഇൻവേഴ്സ് x/2 ആണ് ഇവിടെ ഉള്ള ടേം. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, √4-x². മനസ്സിലായി, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഓ, ഇവിടെ ഹോൾ ഡിവൈഡഡ് ബൈ ഒരു നമ്മുടെ 2x+7 കിടപ്പുണ്ട് അല്ലേ. അപ്പൊ എന്താ, ഈ 2x+7 എവിടെ വരും, 2x+7 മീൻസ് 2x+7/1. ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻറ്റു 1/2x+7. ഈ 2x+7 ഈ ടേംസിന്റെ കൂടെ വരും അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, നമുക്ക് ഈ ടേമിന്റെ കൂടെ തന്നെ എഴുതാം, ഈ 2x+7. ഇവിടെ 2x+7ന്റെ റൂട്ട് ഉണ്ട്, അതായത് ഞാൻ ആദ്യം 2x+7 ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇൻറ്റു 2x+7 അല്ലേ. അപ്പൊ ഇവിടെ 2x+7ന്റെ റൂട്ട് കിടപ്പുണ്ട്. അപ്പൊ 2x+7ന്റെ റൂട്ടിന് വരെ നമുക്ക് 2x+7 ഹോൾ റേസ് ടു 1/2 എടുക്കാമല്ലോ, കാരണം നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അപ്പൊ ഇത് രണ്ടും 2x+7 ഹോൾ റേസ് ടു 1/2 1 ആണ്, 1/2 + 1 is 3/2. അപ്പൊ നമുക്ക് ഒരു 2x+7 എടുത്തിട്ട്, സോ നമ്മുടെ ആൻസർ നമുക്ക് മുകളിൽ എന്താണ് 3/2 എന്ന് എഴുതാം. ഓക്കെ ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ്, നിങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. അപ്പൊ ബാക്കിലെ ആൻസർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ വരും. ഒന്നുമില്ല, അവരെന്താണ് ഈ ടേമുമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു, ഈ ടേമുമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് കണ്ടോ, നമ്മുടെ ഒന്നാമത്തെ ടേം -2x+7 അല്ലേ, -2x+, അവർ ആ മൈനസിനെ അങ്ങ് കോമൺ എടുത്തു, കാരണം രണ്ടിടത്തും മൈനസ് ഉണ്ടല്ലോ. സോ ഈ -2x+7 ഈ രണ്ട് ടേമും കൂടെ ഡിവൈഡ് ചെയ്തു, അതായത് √4 - കൊണ്ടും 2x+7 ദി ഹോൾ റേസ് ടു 3/2 കൊണ്ടും സെപ്പറേറ്റ് ചെയ്തു. അതായത് എന്നിട്ട് എന്താണ്, മൈനസ് ഇവിടെ എന്തുകൊണ്ട് കോസ് ഇൻവേഴ്സ് x/2 ഇൻറ്റു √4 - x² ഉണ്ടല്ലോ.
അതിനെ എന്താണ് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തു. റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x പ്ലസ് 7 ദി ഹോൾ റേസ് ടു 3/2. ഓക്കെ, സോ നമ്മളിവിടെ മൈനസ് കോമൺ എടുത്തു, സോ ഇത് പ്ലസ് ആവും അല്ലേ. മൈനസ് ഇവിടെ നമ്മൾ ഓൾറെഡി കോമൺ എടുത്തു, സോ ഇത് എന്താണ് പ്ലസ് ആവും. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഒരു 2x പ്ലസ് 7 ഉണ്ട് അല്ലെ. ഇവിടെ എന്താണ് 2x പ്ലസ് 7 ഇതിനെ കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതെന്ന് വെച്ചാൽ എന്തായിരുന്നു 2x പ്ലസ് 7 ഹോൾ റേസ് ടു 3/2 ആണ്. ഇവിടെ ഒരു 2x പ്ലസ് 7 ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് പോവും? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2x പ്ലസ് 7 the whole raised to 3/2 എന്ന് വെച്ചാൽ 2x പ്ലസ് 7 the whole raised to 1 into 2x പ്ലസ് 7 the whole raised to 1/2 എന്നാണ് എന്താണ് 2x പ്ലസ് 7 the whole raised to 3/2 നടത്താം. സോ ഒരു 2x പ്ലസ് 7 ഇവിടുത്തെ ഒരു 2x പ്ലസ് 7 കൂടെ പോകുമ്പോൾ ബാക്കി എന്താണ് 2x പ്ലസ് 7 the whole raised to 1/2 ആണുള്ളത് അല്ലെ. സോ ഞാൻ ഇതിനെ ഇവിടുത്തെ ഒരെണ്ണത്തിനെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ബാക്കി 2x പ്ലസ് 7 the whole raised to 1/2 വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? 2x പ്ലസ് 7 the whole raised to 1/2 വരും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എന്താ കട്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ ഇത് ഫുള്ള് ഇതങ്ങ് പോകും അല്ലെ. അതായത് റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഫുള്ള് പോകും. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് എന്താണ്? ഇവിടെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ ഇത്. ഇവിടെ എന്താണ്? ഇത് രണ്ടും ഒന്ന് പോകും, ഇതും പോകും, ഇതും പോകും. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അതായത് നമ്മുടെ ബാക്കിൽ നിങ്ങൾ ആൻസർ നോക്കുമ്പോൾ ഇതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് എങ്ങനെയാണ്? ഒന്നുകൂടെ എഴുതി കാണിക്കാം. മൈനസ് ഉണ്ട് 1/√4 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x പ്ലസ് 7 ദി ഹോൾ റേസ് ടു 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് x/2 divided by 2x plus 7 the whole raised to 3/2. ഇതാണ് നമ്മുടെ dy by dx. Okay, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.